വി.ഡി. സതീശൻ്റെ വാക്കുകൾ കടമെടുത്താൽ കേരളത്തിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. വളരെ കുറച്ചുണ്ട്. നേഴ്സിംഗ്, ഡോക്ടർ, എൻജിനീയറിങ്, ITI, പോളിടെക്നിക്ക്, അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. പക്ഷേ ഡോക്ടറും നേഴ്സും ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകളും പഴയ മോഡലാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻജിനീയറിങ്ങിൽ അതുപോലെ ഇലക്ട്രിക്കലൊക്കെ ഡിപ്ലോമയിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡിവൈസുകളായ ELCB, RCB, RCCB, MNCB, MMCB, MCCB ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരമില്ലാണ്ട് വലിയ തോതിലുള്ള ഒരു ഡിവൈസിനെ കുറിച്ച് അതിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. അതുപോലെ പുതിയ വയറിങ് രീതികളെക്കുറിച്ചൊന്നും അതിൽ പഠിപ്പിക്കുന്നില്ല. എല്ലാം പഴയ രീതി വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. എന്നാൽ വിദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ രീതിയിലുള്ള ഡിവൈസുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മെഷീനറികൾ എല്ലാം പുതിയ പുതിയ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷനുകളാണ് ITIയിലായത് ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും പഠിപ്പിക്കേണ്ടത്. അതുപോലെ പ്ലംബിങ്ങിന് ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി സാധ്യതയുള്ള ഒരു ഇതാണ് പ്ലംബിങ്. ഇതിനൊരു ITI കോഴ്സ് ഇപ്പോൾ അടുത്ത് തന്നെയാണ് തുടങ്ങിയത്. അത് 1-2 ITIയിൽ മാത്രമാണ്, പിന്നെ പല സ്ഥലത്തും ഇല്ല. അങ്ങനൊരവസ്ഥയുണ്ട്. അപ്പം അതുപോലെ എക്സ്റേ വെൽഡിങ് പ്രൈവറ്റ് തലത്തിലുണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ ഉയർന്നു പോകാനുള്ള HSC ഓഫീസർ, ഹൈജീൻ ഓഫീസർ, അതുപോലെ ഫയർ ഫൈറ്റർ, ഫയർ അലാം ടെക്നീഷ്യൻ, അപ്ലയൻസ് ടെക്നീഷ്യൻ, HVAC ടെക്നീഷ്യൻ, ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ വളരെ റയറായിട്ട് കിട്ടുന്നുള്ളൂ. അപ്ലയൻസ് ടെക്നീഷ്യൻ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ തന്നെ 2 സ്ഥലത്തുള്ളൂ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പല കോഴ്സുകൾക്കും വാലിഡിറ്റി ഇല്ലാത്ത പ്രൈവറ്റ് കോഴ്സുകളുണ്ട് കേരളത്തിൽ. അത് വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി കിട്ടുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള അപ്രൂവ്ഡ് കോഴ്സുകളാണ് വേണ്ടത്. അങ്ങനെയുള്ള കോഴ്സുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ കുക്കിംഗ് രംഗത്തും വളരെ ജോലി സാധ്യതയുള്ളതാണ് വിദേശത്ത്. അത് പ്രൈവറ്റ് മേഖലയിലുണ്ട്, പക്ഷേ ഗവൺമെൻറ്റിലൊക്കെ വളരെ റെയറായിട്ടാണുള്ളത്. കുക്ക്, അതുപോലെ പേസ്ട്രി മേക്കർ, ബേക്കറി മാൻ, അതുപോലെ നിരവധി അതുപോലത്തെ കോഴ്സുകളാണ് വേണ്ടത്. അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡൊക്കെ ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, അങ്ങനെ മെക്കാനിക്കൽ ഫീൽഡ്, അതുപോലെ ടയർ മെക്കാനിക്, JCB ഓപ്പറേറ്റർ, ഷവൽ ഓപ്പറേറ്റർ, ഹെവി ഡ്യൂട്ടി ഡ്രൈവർ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. HSC ഓഫീസർ, ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റ് ഓഫീസർ, ഇവർക്കൊക്കെ നല്ല ശമ്പളമാണ്. അതുപോലെ സ്റ്റോർ കീപ്പർ, ഇവർക്കും നല്ല ശമ്പളമാണ്. അക്കൗണ്ടൻറ്റ്, അതുപോലെ അങ്ങനെയുള്ള കോഴ്സുകളാണ് കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ അപ്രൂവ്ഡായിട്ട് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇല്ലാത്തത്തോളം കാലം വിദേശത്ത് വന്നാൽ ചെറിയ ചെറിയ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടാണ് മലയാളികൾക്കുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും അടുത്ത ഗവൺമെൻറ് ഇതുപോലത്തെയുള്ള കോഴ്സുകൾ, അപ്രൂവ്ഡ് കോഴ്സുകൾ നടത്താനായിട്ട് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.